കൂട്ടുകാരെ, ക്ലാസ് മുറികളിലെ പഠനാനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ ഓൺലൈൻ ഓഫ്ലൈൻ വീഡിയോ ക്ലാസ്സുകളുമായി എത്തുകയാണ് ഞങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ആദ്യ പാഠത്തിലെ വിശകലനത്തിലേക്കായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ 1ാം പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1ാം പാഠത്തിൻ്റെ പേര് തന്നെ സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയവും എന്നുള്ളതാണ്. വളരെ രസകരമായ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, കാണുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കൗതുകകരമായ വസ്തുതകളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്, സമയമുണ്ടാകുന്നത് എങ്ങനെയാണ്, എത്ര തരം സമയങ്ങളുണ്ട്, രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെ, രാത്രിയുടെ ദൈർഘ്യവും പകലിൻ്റെ ദൈർഘ്യവും എല്ലായിടങ്ങളിലും ഒരുപോലെയാണോ, എന്തുകൊണ്ടാണ് രാത്രി നീളം കൂടുന്നത് അല്ലെങ്കിൽ പകലിന് ദൈർഘ്യം കുറയുന്നത്, എങ്ങനെയാണ് വിഷുവങ്ങൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ ഒട്ടേറെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ ഈ 1ാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നു. അതിനു മുൻപ് ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്താണെന്ന് ഒന്ന് പൊതുവായി പറഞ്ഞു വരാം. ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ചും ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും എല്ലാം കൂടെ സമഗ്രമായി നമ്മൾ പഠിക്കുന്നതിനെയാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1ാമത്തെ പാഠത്തിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ? ശരി, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ചില അടിസ്ഥാന വിവരങ്ങളിലേക്ക് ആദ്യം പോകാം. ഒന്ന് ശ്രദ്ധിക്കണം, ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ അല്ലെങ്കിൽ കാലാവസ്ഥകൾ മാറി മാറി വരുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നതിന് മുൻപ് ഇതെങ്ങനെ കണക്കാക്കുന്നു, എങ്ങനെയാണ് ഭൂമിയിൽ ഇത്തരം കാലാവസ്ഥകളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുക, ഈ കാര്യം നമ്മൾ ആദ്യം അറിയണം. നമുക്കറിയാം, നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ എന്നാണ്. സൂര്യൻ എന്ന ഒരു നക്ഷത്രത്തിനെ ചുറ്റി ധാരാളം ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. പ്രധാനമായും നമുക്ക് 8 ഗ്രഹങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മിൽക്കി വേയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ബുധൻ മുതൽ മെർക്കുറി മുതൽ നമുക്ക് നെപ്റ്റ്യൂൺ വരെയുള്ള 8 ഗ്രഹങ്ങൾ. അതിൽ 3ാമത്തെ ഗ്രഹമാണല്ലോ ഭൂമി. അപ്പം ഈ ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഭൂമി എങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചും ഭൂമിയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. അതിനു മുൻപ് ഈ കാലാവസ്ഥയും സമയവും ഒക്കെ എങ്ങനെ നമ്മൾ കണക്കാക്കി എന്നതിനെക്കുറിച്ച് ആദ്യം പറയാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഭൂമിയിൽ വ്യത്യസ്തമായ ഒത്തിരി അധികം സാങ്കല്പിക രേഖകളുണ്ട്. ഭൂമിയിൽ അങ്ങനെ ഒരിടത്തും അങ്ങനെ രേഖകളില്ല കേട്ടോ. പക്ഷേ നമ്മളിത് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പത്തിനായി ചില സാങ്കല്പിക രേഖകൾ ഭൂമിയിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു വീട്ടിലോ ഒരു മുറിയിലോ ഒരു പക്ഷെ പുറത്തെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ ഭൂമിക്ക് പുറത്തു പോകുന്നില്ല. ഭൂമി എന്ന വലിയൊരു ഗ്രഹത്തിനകത്ത് നമ്മൾ ഇരുന്നു കൊണ്ടാണ് ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ അറിവിന് ചിലപ്പോഴൊക്കെ പരിമിതികളുണ്ടാകാം. ഒരുപക്ഷെ ചിലപ്പോൾ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. എങ്കിലും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഭൂമിയിൽ ഏകദേശം ജിയോഡ് ഷേപ്പിൽ, കൃത്യമായൊരു വൃത്താകൃതിയല്ല ഭൂമിക്കുള്ളത്, ജിയോഡ് ഷേപ്പാണുള്ളത്. ആ ഒരു ഷേപ്പിൽ നമുക്ക് ഭൂമിയെ വ്യത്യസ്തമായ സാങ്കല്പിക രേഖകൾ കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം 4 ദിക്കുകൾ, 4 ഡയറക്ഷൻസ് ആണുള്ളത്. പക്ഷേ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 4 ഡയറക്ഷൻസ് അറിഞ്ഞാൽ മാത്രം പോരാ, 4ൽ കൂടുതൽ വേറെ 4ഉം അറിഞ്ഞിരിക്കണം. അങ്ങനെ ആകെ 8 ഡയറക്ഷൻസ് ആണ് നമുക്ക് പ്രധാനമായും ഉള്ളത്. പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില ഡയറക്ഷൻസ് അല്ലെങ്കിൽ ദിശകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഭൂമിയുടെ ചിത്രം വരച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്തായി വരുന്നതാണ് നോർത്ത് അഥവാ ഉത്തര ദിക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്ക്. അതിന് നേരെ താഴായി കാണുന്ന ഇത് സൗത്ത് ഡയറക്ഷൻ അഥവാ തെക്ക്. വലതുഭാഗത്തായി ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്, ഇടതുഭാഗത്തായി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ്. ഇങ്ങനെ 4 ദിക്കുകളാണ് ഉള്ളത്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇതിലെ ഓരോന്നിനും ഇടയിൽ വേറെയും 4 ദിക്കുകൾ വരുന്നുണ്ട്. നോർത്തിനും ഈസ്റ്റിനും, വടക്കിനും കിഴക്കിനും ഇടയിൽ വരുന്നതാണ് വടക്ക് കിഴക്ക്. അത് ഏകദേശം അതിൻ്റെ മധ്യഭാഗത്തായി വരും. സൗത്തിനും ഈസ്റ്റിനും, തെക്കിനും കിഴക്കിനും ഇടയിൽ വരുന്നത് തെക്ക് കിഴക്ക് അഥവാ സൗത്ത് ഈസ്റ്റ്. അതുപോലെ ഇപ്പുറത്തും പടിഞ്ഞാറിനും തെക്കിനും ഇടയിൽ വരുന്നത് തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്. ഇനിയുള്ളത് നോർത്തിനും വെസ്റ്റിനും, വടക്കിനും പടിഞ്ഞാറിനും നോർത്ത് വെസ്റ്റ്. ഇങ്ങനെ 8 ഡയറക്ഷൻസ് ആണ് പ്രധാനമായും നമുക്ക് ഉള്ളത്. ഇനി ഭൂമിയിലെ സാങ്കല്പിക രേഖകളെക്കുറിച്ച് പരിചയപ്പെടാം.
ഭൂമിയിൽ ഈ കാണുന്നത് പോലെ ഭൂമിയുടെ ഒത്ത നടുവിലൂടെ നമ്മളൊരു സാങ്കല്പിക രേഖ വരച്ചിട്ടുണ്ട്. ഭൂമി ഒരു ഗോളാകൃതിയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇപ്പം ഗോളാകൃതിയിലൂടെ നടുവിലൂടെ ഒരു രേഖ സാങ്കല്പികമായി വരയ്ക്കുമ്പോൾ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇതിനെ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ ഇക്വേറ്റർ ഇവിടെ വരുമ്പോൾ ഭൂമി 2 അർദ്ധഗോളങ്ങളായി അല്ലെങ്കിൽ ഹെമിസ്ഫിയറുകളായി ഡിവൈഡ് ചെയ്യപ്പെടും. ഭൂമധ്യരേഖ കടന്നു പോകുന്നതിൻ്റെ മുകളിലത്തെ ഭാഗത്തെ ഈ അർദ്ധഗോളത്തിനെ വിളിക്കുന്ന പേരാണ് നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതെ, താഴെ ഭൂമധ്യരേഖയുടെ താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ദക്ഷിണാർദ്ധഗോളം. ചുരുക്കം പറഞ്ഞാൽ ഭൂമധ്യരേഖ നമ്മൾ വരയ്ക്കുമ്പോൾ ഭൂമധ്യരേഖ ഭൂമിയെ 2 ഭാഗങ്ങളായി വിഭജിക്കുകയാണ്. ഒന്ന് ഉത്തരാർദ്ധഗോളമെന്നും 2 ദക്ഷിണാർദ്ധഗോളമെന്നും. അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ മുകൾ ഭാഗത്തെ ഉത്തരാർദ്ധ ദിക്കുകൾ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോള പ്രദേശങ്ങളെന്നും ഭൂമധ്യരേഖയുടെ താഴെ കടന്നു പോകുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളെ ദക്ഷിണാർദ്ധഗോള പ്രദേശങ്ങളെന്നും നമ്മൾ വിളിക്കും. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ചിന്തിച്ചേ, ഇന്ത്യ ഇതിൽ ഏത് ഭാഗത്ത് വരാനാണ് സാധ്യത? അതെ, തീർച്ചയായും ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ വരുന്ന രാജ്യമാണ്. കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ പിന്നാലെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ബാക്കി തുടർന്ന് കേൾക്കാം. ഭൂമധ്യരേഖയുടെ മുകൾ, ഭൂമധ്യരേഖ ഭൂമിയുടെ ഒത്ത നടുവിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായി അല്ലെങ്കിൽ തിരശ്ചീനമായി രേഖകളെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ അഥവാ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ മധ്യത്തിലൂടെ തിരശ്ചീനാകൃതിയിൽ ഹൊറിസോണ്ടലി നമ്മൾ വരയ്ക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡുകൾ എന്ന് വിളിക്കുന്നത്. ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ കാണൂ, ഭൂമധ്യരേഖ പടിഞ്ഞാറിനെയും കിഴക്കിനെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് വരച്ചിരിക്കുന്നത്, അതായത് തിരശ്ചീനമായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭൂമധ്യരേഖയുടെ തൊട്ടുമുകളിൽ 23.5 ഡിഗ്രിയിൽ നമ്മൾ അടുത്തൊരു വര സാങ്കല്പികമായി വരച്ചിട്ടുണ്ട്. അതിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമധ്യരേഖയുടെ താഴെ, ഭൂമധ്യരേഖയ്ക്ക് താഴെയായി 23.5 ഡിഗ്രിയിൽ മറ്റൊരു വര കാണുന്നുണ്ട്. അതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് വിളിക്കുന്നത്, അഥവാ ദക്ഷിണായന രേഖ. തീർന്നില്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയുടെ തൊട്ടുമുകളിൽ 66.5 ഡിഗ്രിയിൽ മറ്റൊരു അക്ഷാംശ രേഖയും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിനെയാണ് ആർട്ടിക് സർക്കിൾ അഥവാ ആർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ താഴെ ഇവിടെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖയുടെ തൊട്ട് താഴെയുള്ള 66 ഡിഗ്രിയിൽ നമ്മൾ അന്റാർട്ടിക്കൻ സർക്കിൾ വരച്ചിട്ടുണ്ട്, അന്റാർട്ടിക്കൻ വൃത്തം. അങ്ങനെ പ്രധാനമായും നമുക്ക് 5 അക്ഷാംശ രേഖകളാണ് ഉള്ളത്. ഏറ്റവും നടുവിലായി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ, അതിന് മുകളിലായി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ, അതിനു മുകളിലായി ആർട്ടിക് വൃത്തം അഥവാ ആർട്ടിക് സർക്കിൾ. താഴേക്ക് വന്നാൽ ഭൂമധ്യരേഖയുടെ തൊട്ട് താഴെയായി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ, അതിന് തൊട്ട് താഴെയായി അന്റാർട്ടിക്കൻ സർക്കിൾ അല്ലെങ്കിൽ അന്റാർട്ടിക്കൻ വൃത്തം. ഇനി ഏറ്റവും മുകളിലായി ഈ കാണപ്പെടുന്ന പ്രദേശത്തിനെയാണ് അല്ലെങ്കിൽ ഈ ഭാഗത്തെയാണ് നമ്മൾ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം. ഇതാണ് അടിസ്ഥാനപരമായ അക്ഷാംശ രേഖകളെക്കുറിച്ചുള്ള അറിവ്. ഭൂമിയുടെ അടുത്ത സാങ്കല്പിക രേഖയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്ക് അക്ഷാംശ രേഖകൾ എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം. അക്ഷാംശ രേഖകൾ തിരശ്ചീനമായി അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി വരയ്ക്കുന്ന രേഖകളാണ്. അത് പടിഞ്ഞാറ് കിഴക്ക് വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻസിനെ കണക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ ഭൂമിയിലേക്ക് വരച്ചിരിക്കുന്ന അടുത്ത വ്യത്യസ്ത തരം രേഖകളാണ്. ഇതിൻ്റെ പ്രത്യേകത നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഈ രേഖകൾ. വെർട്ടിക്കലായിട്ടാണ് ഈ രേഖകൾ പോയിരിക്കുന്നത്, ലംബമായിട്ടാണ് ഈ രേഖകൾ വരയ്ക്കുന്നത്. വടക്ക് തെക്ക് ദിശകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഇത്തരം രേഖകളെയാണ് രേഖാംശ രേഖകൾ അഥവാ ലോങ്ജിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ രേഖകൾ വച്ചിട്ടാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്. ഭൂമിയിൽ സമയം കണക്കാക്കാനും കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കണക്കാക്കാൻ വേണ്ടി നമ്മൾ സഹായകമായി ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഈ രേഖാംശ രേഖകൾ. ഭൂമിയിൽ നമ്മൾ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതെ, അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും, ഈ 2 രേഖകളുടെയും കൃത്യമായ സ്ഥാനവും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് കൂട്ടുകാർ ഓർക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഭൂമിയിൽ സീസൺസിൻ്റെ അല്ലെങ്കിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ്.
ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിന് പുറത്ത് നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ അനുഭവപ്പെടുന്നത് വ്യത്യസ്ത തരമായ കാലാവസ്ഥയായിരിക്കും. ഒരുപക്ഷെ അത് മഴക്കാലമായിരിക്കാം, അല്ലെങ്കിൽ അത് മഞ്ഞുകാലമായിരിക്കാം, അല്ലെങ്കിൽ അത് വേനൽക്കാലമായിരിക്കാം. ഒരുപക്ഷെ ഇതൊന്നുമല്ലാത്ത വേറൊരു തരത്തിലുള്ള വെയിലും മഴയും തണുപ്പും ഒക്കെ ചേർന്നിട്ടുള്ള വേറൊരു കാലാവസ്ഥയായിരിക്കാം. ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഇങ്ങനെ കാലാവസ്ഥകൾ മാറി വരുന്നത്? എന്തുകൊണ്ടാണ് തുടർച്ചയായി ഒരു സ്ഥലത്തും എപ്പോഴും മഴ ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഒരുപോലെ മഞ്ഞ് വീഴാത്തത്? എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ മാത്രം മരുഭൂമികൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ മഴ ഒട്ടുമേ കിട്ടാതെ മനുഷ്യരും ജീവജാലങ്ങളും നശിച്ചു പോകുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ. കേൾക്കുക, എന്തുകൊണ്ട് കാലാവസ്ഥ ഉണ്ടാകുന്നു. അതിനു മുൻപ് കാലാവസ്ഥ ഉണ്ടാകുന്നതിനുള്ള 4 കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ 2 കാരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരികയാണ്. ഒന്നാമത്തെ കാരണം ഭൂമിയുടെ ഭ്രമണം, അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ചിത്രത്തിലേക്ക് നോക്കിയാൽ നമ്മൾ മുൻപ് കണ്ട് പരിചയപ്പെട്ട ഭൂമിയിൽ നിന്നൊരല്പം വ്യത്യസ്തതയുള്ള ഭൂമിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഭൂമിയിലെല്ലാം കൃത്യമായി നിർത്തിയിരിക്കുന്ന, കൃത്യമായി വരച്ചിരിക്കുന്ന അക്ഷാംശരേഖകൾ കൃത്യമായിരുന്ന ഒരു ഭൂമിയാണ് നമ്മൾ കണ്ടത്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇവിടെ അക്ഷാംശരേഖകൾക്ക് ഒരു ചെറിയ ചരിവുണ്ട്. ഒപ്പം ഈ ഭൂമിയുടെ മധ്യത്തിലൂടെ ഒരു ദണ്ട്, അല്ലെങ്കിൽ ഒരു അച്ചുതണ്ട് കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആരാണ് ഇത്തരത്തിലുള്ള അച്ചുതണ്ട് ഭൂമിയിൽ കുത്തി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്? കൂട്ടുകാർ പരിഭ്രമിക്കേണ്ട, ഇതെല്ലാം സാങ്കല്പികമാണ്. ഭൂമിയിൽ ഇങ്ങനൊരു അച്ചുതണ്ടോ ഇത്തരത്തിലുള്ള രേഖകളോ ഇല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഭൂമി നിരന്തരമായി ഒരേ ദിശയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമി സ്വന്തമായും കറങ്ങുന്നുണ്ട്, തൻ്റെ കേന്ദ്രബിന്ദുവായ സൂര്യൻ എന്ന നക്ഷത്രത്തെയും കറങ്ങുന്നുണ്ട്. ഈ 2 കറക്കങ്ങളും ഭൂമിയിൽ വ്യത്യസ്ത തരം കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണമാകുന്നുണ്ട്. കാലാവസ്ഥ എന്നുള്ളതിന് ഋതുക്കൾ എന്നുകൂടെ നമ്മൾ തിരുത്തി പഠിക്കണം. ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് അനുഭവപ്പെടാൻ കാരണമാകുന്നുണ്ട്. ശരി, നമുക്ക് വിശദമായി പരിചയപ്പെടാം. എന്താണ് ഭ്രമണം? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തമായി കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. സോ എർത്ത് റിവോൾവ് ഇറ്റ് സെൽഫ് ഓൺ ഇറ്റ്സ് ആക്സിസ്. സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഭ്രമണം. ഒരു തവണ മുഴുവനായും ഭൂമി കറങ്ങി വരാൻ, ഒരു തവണ ഭ്രമണം ചെയ്യാൻ 24 മണിക്കൂർ ആവശ്യമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഭ്രമണം, ഭ്രമണം ചെയ്യാനുള്ള സമയം എന്താണ്. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം കേന്ദ്രബിന്ദുവായ സൂര്യൻ എന്ന നക്ഷത്രത്തെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് റെവല്യൂഷൻ അഥവാ പരിക്രമണം. ദ എർത്ത് റിവോൾവ് അറൗണ്ട് ദി സൺ. ഈ 2 പ്രക്രിയകളും ഭൂമിയിൽ കാലാവസ്ഥ വ്യത്യസ്തമാക്കാൻ കാരണമാകുന്നുണ്ട്. ഭൂമിക്ക് സ്വയം കറങ്ങാൻ 24 മണിക്കൂർ വേണം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ചുറ്റി വരാൻ 365 ദിവസങ്ങളും 6 മണിക്കൂറും വേണം. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം എടുക്കാൻ 24 മണിക്കൂർ, ഭൂമിക്ക് പരിക്രമണത്തിൽ ഏർപ്പെടാൻ 365 ദിവസം. ഈ 2 ആശയങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തുടർന്ന് ശ്രദ്ധിക്കണം. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാനുള്ള 3ാമത്തെ കാരണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ, 2ാമത്തെ കാരണം പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. ഇതാ 3ാമത്തെ കാരണം, കേട്ടോളൂ. ഭൂമിയിൽ ഈ ചരിവ് ഭൂമിയുടെ ഭ്രമണകാലത്തും പരിക്രമണകാലത്തും മുഴുവനായും സൂക്ഷിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ, ഒരുപക്ഷെ ഭൂമി ഭ്രമണം ചെയ്തു തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെയും ഈ ചരിവ് ഭൂമി മാറ്റിയിട്ടില്ല. അതായത് നേരെ നിന്ന് ഒരിക്കലും ഭൂമി കറങ്ങണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇനി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരല്പം മാറണമെന്നും ചിന്തിച്ചിട്ടില്ല. അതായത് പരിക്രമണ വേളയിലുടനീളം, സൂര്യനെ ചുറ്റുന്ന റെവല്യൂഷൻ പ്രോസസ്സിലുടനീളം ഭൂമി തൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രി എന്നുള്ള അളവിൽ സൂക്ഷിച്ചിരിക്കും. അപ്പം ഭൂമിയുടെ ആക്സിസ് ഇങ്ങനൊരു കൃത്യമായ ചരിവ് സൂക്ഷിക്കുന്നത് കൊണ്ട് ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, അല്ലെങ്കിൽ അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഈ ചരിവ് ഇങ്ങനെ കൃത്യമായി പരിക്രമണ വേളയിലും ഭ്രമണവേളയിലും റൊട്ടേഷനിലും റെവല്യൂഷനിലും കൃത്യമായി ഈ ചരിവ് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കാലാവസ്ഥകൾ മാറി മാറി ഉണ്ടാകുന്നത്. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിൻ്റെ 4ാമത്തെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1ാമത്തെ കാരണം മറന്നു പോകരുത്, ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ. 2ാമത്തേത് ഭൂമിയുടെ പരിക്രമണം അഥവാ റെവല്യൂഷൻ. 3ാമത്തേത് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് അഥവാ അച്ചുതണ്ടിൻ്റെ സമാന്തരത. നോക്കൂ, 4ാമത്തെ കാരണത്തിലേക്ക് പോവാണ്. 4ാമത്തെ കാരണം സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. സൂര്യനെ കേന്ദ്രബിന്ദുവാക്കിയാണല്ലോ 8 ഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ ഈ സൂര്യനെ കറങ്ങുന്ന ഭൂമി എന്ന ഗ്രഹം ശ്രദ്ധിച്ചു നോക്കിയാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് നേരിട്ട് വീഴുന്നുണ്ട്.
അപ്പോൾ നേരിട്ട് വീഴുമ്പോൾ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുകയും മറുഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൂട്ടുകാർക്ക് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്താണത്? സൂര്യപ്രകാശം വീഴുന്ന സ്ഥലം എപ്പോഴും പകലായിരിക്കും, അതിൻ്റെ മറുവശം രാത്രിയായിരിക്കും. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഭ്രമണം മൂലം, ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ദി ഡേ ആൻഡ് നൈറ്റ് ഒക്കുവേർഡ്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഒപ്പം ഭൂമി സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ടല്ലോ. സൂര്യനെ ചുറ്റി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഭാഗത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഥവാ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. പടിഞ്ഞാറ് നിന്ന് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വടക്കൻ ഭാഗം അതായത് ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തരദിക്കിൽ സൂര്യപ്രകാശം വീഴുന്നില്ല. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം വീഴുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ കൂടുതൽ ദൈർഘ്യകാലം സൂര്യപ്രകാശം വീഴുന്നത് ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ അഥവാ വേനൽക്കാലം. അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശം വീഴാത്ത ഭാഗത്ത് എന്തായിരിക്കും? ഉറപ്പായും അത് വിൻ്റർ അല്ലെങ്കിൽ ശൈത്യകാലമായിരിക്കും. അപ്പോൾ ശൈത്യകാലം ഉണ്ടാകുന്നതും വേനൽക്കാലം ഉണ്ടാകുന്നതും സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ പ്രദേശങ്ങളിൽ വീഴുന്നതനുസരിച്ചാണ്. ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ഭാഗത്ത് ഈ സമയത്ത് സൂര്യൻ്റെ പ്രകാശം താഴെ വീഴുന്നു. എന്നാൽ ഉത്തരാർദ്ധഗോളത്തിൽ വീഴുന്നില്ല എന്നല്ല, പക്ഷേ താഴെ ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം വീഴുന്നതിൻ്റെ അത്രയും ക്വാണ്ടിറ്റിയിൽ അളവിൽ സൂര്യപ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്നില്ല അല്ലെങ്കിൽ വീഴുന്നില്ല. ഇനി ഈ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നു ചിന്തിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എങ്ങനെ കറങ്ങിയാലും, എത്ര സമയം കറങ്ങിയാലും, എത്ര കാലം കറങ്ങിയാലും സൂര്യനെ കറങ്ങുന്നതിനോടൊപ്പം ഭൂമി തൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് അങ്ങനെ തന്നെ സൂക്ഷിക്കും. നോക്കൂ, ഈ ഭൂമി ഇവിടെ നിന്ന് ഇങ്ങനെ അച്ചുതണ്ടിൻ്റെ ചരിവ് സൂക്ഷിച്ച് ഭൂമി സൂര്യൻ്റെ മറുഭാഗത്തേക്ക് വന്നു. അപ്പോഴും അച്ചുതണ്ടിൻ്റെ ചരിവ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഈ ചരിവ് സൂക്ഷിക്കുമ്പോൾ ഇപ്പോൾ പ്രകാശം വീഴുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഏറ്റവും കൂടുതൽ വീഴുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് അഥവാ നോർത്ത് പോളിലാണ്. സൂര്യപ്രകാശം വളരെ കുറവ് വീഴുന്നത് സൗത്ത് പോളിൽ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിൽ. ഇപ്പോൾ എവിടെയായിരിക്കും വേനൽക്കാലം? ശരിയാണ്, ഇപ്പോൾ വേനൽക്കാലം ഉത്തരാർദ്ധഗോളത്തിലാണ്, എന്നാൽ ശൈത്യകാലം ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പല സമയങ്ങളിലായി ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും മാറി മാറി വീഴുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സൂര്യൻ അങ്ങനെ പ്രകാശം വാരി എറിയുകയാണോ ചെയ്യുന്നത്? അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂര്യപ്രകാശം മുകളിലും താഴെയും മാറി മാറി സൂര്യപ്രകാശം അനുഭവപ്പെടുന്നത്? ഉത്തരം വളരെ ശരിയാണ്, ഭൂമിയുടെ ചരിവ്. അപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായി മാറി മാറി പ്രകാശം പതിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ അഥവാ സൂര്യൻ്റെ ആപേക്ഷിക ചലനം. സൂര്യൻ ചലിച്ച് മുകളിലും താഴെയുമായി സൂര്യപ്രകാശം കൊടുക്കുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതുവരെ കേട്ടത് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. എത്ര കാരണങ്ങൾ നമ്മൾ പറഞ്ഞു? 4 കാരണങ്ങൾ. 1, ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. 2, ഭൂമിയുടെ പരിക്രമണം അഥവാ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. 3, പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. ഭൂമി തൻ്റെ അച്ചുതണ്ട് കൃത്യമായി സൂക്ഷിക്കുന്നു. 4, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. സൂര്യൻ്റെ ആപേക്ഷിക ചലനം. അടുത്തൊരു ചെറിയ കാര്യം കൂടെ കൂട്ടുകാർക്ക് ഞാൻ ഇതിനോടൊപ്പം പരിചയപ്പെടുത്തി തരികയാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെയാണ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സൂര്യനെ നിങ്ങൾ നോക്കൂ, സൂര്യനോട് ചുറ്റും ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭ്രമണപഥത്തിനൊരു പ്രത്യേകതയുണ്ട്. ചില സമയങ്ങളിൽ ഈ ഭ്രമണപഥത്തിൽ കറങ്ങി ഒരിടത്ത് വരുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് ഭൂമി വരുന്നതായി നമുക്ക് തോന്നും. ഇങ്ങനെ സൂര്യനും ഭൂമിയും ഏകദേശം ദൂരങ്ങൾ കൊണ്ട് കുറച്ചുകൂടെ അടുത്ത് വരുന്നു എന്ന് തോന്നുന്ന ഈ ദിവസത്തെയാണ് നമ്മൾ സൂര്യ സമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത്. മിക്കവാറും ജനുവരി മാസം 3-ാം തീയതിയാണ് പെരിഹീലിയൻ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ദീർഘവൃത്താകൃതിയിലൂടെ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ ജനുവരി 3-ാം തീയതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് ഭൂമി വരുന്നതായി നമുക്ക് കാണാം. ആ ദിവസത്തെയാണ് സൂര്യ സമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത്. ഇനി അത് കറങ്ങിയിട്ട് ഭൂമി വീണ്ടും ഭ്രമണപഥത്തിലൂടെ സഞ്ചാരം തുടരുമല്ലോ. സഞ്ചാരം തുടർന്ന് ദീർഘവൃത്താകൃതി ആയതുകൊണ്ട് അടുത്ത് സൂര്യനിൽ നിന്ന് അല്പം ദൂരെ അകന്നു പോകുന്നതായി നമുക്ക് തോന്നും. അപ്പം സൂര്യനും ഭൂമിയും തമ്മിൽ അകലം വർദ്ധിക്കുന്ന ഈ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം. ഇത് ജൂലൈ മാസം 4-ാം തീയതിയാണ് സംഭവിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ കൂട്ടുകാർ മറന്നു പോകരുത്. സീസണുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു.
കാലാവസ്ഥ അല്ലെങ്കിൽ ഋതുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ വ്യത്യസ്തം, അതായത് ഏകദേശം 2-ലധികം മാസം നീണ്ടു നിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഋതു അല്ലെങ്കിൽ സീസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞു തരാൻ ഒരു ശ്രമം നടത്തുകയാണ്. കൂട്ടുകാർ ശ്രദ്ധിക്കുക. അത് വേറൊരു രീതിയിൽ ഞാനിവിടെ വരച്ചേക്കുവാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നതിനനുസരിച്ചാണ്. സൂര്യൻ്റെ പ്രകാശം ഒരു 2 മാസത്തിലധികം എവിടെയെങ്കിലും കൃത്യമായി വീഴുന്നുണ്ടെങ്കിൽ അതാണ് വേനൽക്കാലം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൂര്യപ്രകാശം ഇല്ലെന്നല്ലേ അർത്ഥം. അവിടെ ശൈത്യകാലം അല്ലെങ്കിൽ തണുപ്പായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇത് ഭൂമിയുടെ ഒരു ഏകദേശ ധാരണാചിത്രമാണ്. ഇവിടെ ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് സൂക്ഷിക്കുന്നില്ല, ഞാനത് പറയാൻ എളുപ്പത്തിന് വേണ്ടി വരച്ചിരിക്കുന്നതാണ്. ഇവിടെ സൂര്യൻ എങ്ങനെയൊക്കെ ചലിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് ഈ രേഖകൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലായി തിരശ്ചീനമായി വരച്ചിരിക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകളെന്ന് വിളിക്കുന്നത്. ഇത് ഭൂമധ്യരേഖ, ഇതിന് തൊട്ടു മുകളിലായി ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതിന് മുകളിലായിട്ട് ആർട്ടിക് സർക്കിൾ. ഇവിടെ ഭൂമധ്യരേഖയുടെ താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ, ഇതിന് താഴെയായിട്ട് അന്റാർട്ടിക്കൻ സർക്കിൾ. നിങ്ങൾക്കൊരാശയം മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ മാത്രമേ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അനുഭവപ്പെടാൻ കഴിയത്തുള്ളൂ. സൂര്യപ്രകാശം ഇതിന് മുകളിൽ അധികം കയറാറില്ല. ഇനി താഴോട്ട് വരികയാണെങ്കിൽ സൂര്യൻ ചലിച്ച് താഴോട്ട് വരുന്നു എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ചലിക്കുന്നില്ല കേട്ടോ, നമുക്കങ്ങനെ തോന്നുന്നതാണ്. ഭൂമിയുടെ ചരിവുള്ളത് കൊണ്ട് സൂര്യപ്രകാശം മുകളിലും താഴെയും വീഴുന്നതായി നമുക്ക് തോന്നുന്നതാണ്. അതിനെ മറ്റൊരു തരത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ സൂര്യപ്രകാശം ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ വരാറുള്ളൂ. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് വടക്കും തെക്കും നോർത്തിലും സൗത്തിലും ഇത്രയും മഞ്ഞുകട്ടകൾ കാണപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതെ, സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വീഴുന്നത് വടക്ക് അല്ലെങ്കിൽ നോർത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയും താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയും മാത്രമാണ്. തുടർച്ചയായി സൂര്യപ്രകാശം കൃത്യമായി ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും തീവ്രമായി കിട്ടാറില്ല. കാര്യം സൂര്യപ്രകാശം ദൂരം സഞ്ചരിക്കും തോറും, എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രത്തോളം ഇതിൻ്റെ ചൂട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണ്. പ്രകാശം മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾ ഒരു അടുപ്പിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അത് വിളക്കിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രകാശവും ചൂടും ലഭിക്കും. അകലും തോറും ചൂട് കുറയുകയും പ്രകാശം മാത്രം അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെ. നോക്കൂ, സൂര്യൻ്റെ ചലനം നോക്കുകയാണ്. സൂര്യൻ എങ്ങനെ ചലിക്കുന്നു എന്നുള്ളതാണ്. മാർച്ച് 21, മറക്കരുത് ഈ തീയതി. മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയിൽ പ്രവേശിക്കും. അതായത് മാർച്ച് 21 എക്സാക്ട്ലി ഭൂമധ്യരേഖയുടെ നേർമുകളിലായിരിക്കും സൂര്യൻ. ഓക്കെ, അന്നത്തെ പ്രത്യേകത എന്താണ്? സൂര്യൻ്റെ പ്രകാശം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഒരുപോലെ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആയിരിക്കും. അതായത് 12 മണിക്കൂർ സൂര്യപ്രകാശം മുകളിൽ, 12 മണിക്കൂർ സൂര്യപ്രകാശം താഴെ എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമായും തുല്യമായി സൂര്യപ്രകാശം രണ്ടിടത്തും വീഴും. അപ്പോൾ തുല്യമായി രാത്രിയും പകലും ഉണ്ടാകുന്നത് കൊണ്ട് മാർച്ച് 21 നമ്മൾ സമരാത്ര ദിനങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്നാണ് വിളിക്കുക. സമരാത്ര ദിനങ്ങൾ തീർന്നില്ല, സൂര്യൻ വീണ്ടും ചലിക്കുകയാണ്. ഓർക്കണം, സൂര്യൻ ചലിക്കുന്നില്ല, സൂര്യൻ ചലിക്കുന്നതല്ല, ഭൂമി കറങ്ങുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർച്ച് 21 നിന്ന് സൂര്യൻ മെല്ലെ ചലിച്ച്, അതായത് സൂര്യപ്രകാശം മെല്ലെ ചലിച്ച് ജൂൺ മാസം 21 തീയതിയാകുമ്പോൾ, ജൂൺ മാസം 21 തീയതിയാകുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിലെത്തുന്നു. മറന്നുപോകരുത്, ജൂൺ മാസം 21 തീയതി. ജൂൺ മാസം 21 തീയതി ഈ പ്രകാശം ഭൂമധ്യരേഖയുടെ മുകളിൽ നിന്ന് നേരെ ഉത്തരായന രേഖയിലേക്ക് എത്തുന്നു. ഇപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ വീഴുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ, അഥവാ ഈ പറയുന്ന രേഖയിലാണല്ലോ. ഇവിടെ സൂര്യപ്രകാശം കൂടുതൽ വീഴുന്നത് കൊണ്ട് ഈ കാലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ അഥവാ വേനൽക്കാലം. അപ്പോൾ ജൂൺ 21 എന്നുള്ള തീയതിയുടെ സമീപ പ്രദേശങ്ങളിൽ, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇത്രയും മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടും. അപ്പോൾ ഓർക്കണം, ജൂൺ മാസത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമാണെങ്കിൽ ജൂൺ മാസത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ വിൻ്റർ സീസൺ അഥവാ തണുപ്പാണ്. നമ്മളിവിടെ ഡിസംബർ മാസത്തിൽ തണുപ്പ് അനുഭവിക്കുമ്പോൾ താഴെയുള്ളവർ ഡിസംബർ മാസത്തിൽ കൊടും ചൂട് അനുഭവിക്കുന്നു എന്ന് സാരം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ജൂൺ മാസം 21 ശേഷം
സൂര്യൻ താഴേക്ക് വീണ്ടും ചലിക്കും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യൻ മാക്സിമം പോയാൽ ഉത്തരായന രേഖ വരെ പോവുകയുള്ളൂ. ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം ഉത്തരായന രേഖയിലേക്ക് ചലിക്കുന്ന ഇതിനിടയിൽ ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ്. ഇത് മറ്റൊരർത്ഥത്തിലും നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്തം, സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. മാർച്ച് 21 നിന്ന് ജൂൺ 21 സൂര്യൻ ചലിക്കുന്ന ഈ പ്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയാണ് സമ്മർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മായനാന്തം. തീർന്നില്ല. ഇനി ജൂണിൽ നിന്ന് സൂര്യപ്രകാശം താഴേക്ക് വരുന്നു. വീണ്ടും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസമാകുമ്പോൾ ഭൂമധ്യരേഖയുടെ മേളിൽ വീണ്ടും നേരിട്ട് സൂര്യൻ്റെ പ്രകാശം വരുന്നു. സെപ്റ്റംബർ 23 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയുടെ മേളിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൃത്യം 12 മണിക്കൂർ പകലും കൃത്യം 12 മണിക്കൂർ രാത്രി. അപ്പോൾ ഭൂമിയിൽ 2 ദിവസങ്ങളിൽ തുല്യമായ രാത്രികളും പകലും ഉണ്ടാകുന്നു. ഏതൊക്കെയാണത്? ഒന്ന് മാർച്ച് 21, 2 സെപ്റ്റംബർ 23. എന്താണ് കാരണം? കാരണമാണ് സൂര്യൻ ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്നു. അതുകൊണ്ട് മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. മറന്നുപോകരുത്. കഴിഞ്ഞില്ല. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴേക്കും ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയെ സന്ദർശിക്കുന്നു. ഓർക്കണം, സൂര്യൻ ഇവിടെ ചലിക്കുന്നില്ല. ഭൂമിക്ക് ചരിവുള്ളത് കൊണ്ട് പ്രകാശം താഴെ വീഴുക എന്നുള്ളതാണ്. ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യൻ എത്തി. കൂട്ടുകാർ ഓർക്കണം, സൂര്യൻ എവിടെയാണോ ഉള്ളത് അവിടെയാണല്ലോ സമ്മർ. അപ്പോൾ ഡിസംബർ മാസത്തിൽ താഴെ ഇവിടെ ഒരു രാജ്യമുണ്ട്. രാജ്യത്തിൻ്റെ പേര് ഓസ്ട്രേലിയ. അപ്പോൾ ഡിസംബർ മാസം 22 ആകുമ്പോൾ ഓസ്ട്രേലിയയിൽ തണുപ്പാണോ ചൂടാണോ? എക്സാക്ട്ലി, ഇവിടെ സമ്മറാണ് അഥവാ ചൂടാണ്. ഡിസംബർ മാസത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് തണുപ്പെന്ന് മനസ്സിലായോ? കാരണം ഡിസംബർ മാസത്തിൽ സൂര്യൻ താഴെയാണ്, നമ്മൾ മുകളിലാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാധ്യത ഇവിടെ കുറവാണ്. നമ്മൾ ഇന്ത്യക്കാർ ഈ ഭാഗത്താണ് താമസിക്കുന്നത്, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഭാഗത്ത്. അപ്പോൾ ഡിസംബർ മാസത്തിൽ വേനൽക്കാലം അനുഭവിക്കുന്ന രാജ്യം ഏത് എന്ന് കൂട്ടുകാരോട് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ധൈര്യമായി പറയണം, ഓസ്ട്രേലിയ. കാരണം അവിടെ തണുപ്പ് കാലം എന്നൊരു കാര്യം ജൂണിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഡിസംബറിൽ തണുക്കുമ്പോൾ അവിടെ വേനൽക്കാലമാണ്. എന്താ കാരണം? ഡിസംബർ മാസത്തിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. ഓക്കെ, തീർന്നില്ല. ഡിസംബർ കഴിഞ്ഞ് വീണ്ടും ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമാകുമ്പോഴേക്കും വീണ്ടും ഭൂമധ്യരേഖയിലെത്തുന്നു. ഇതിങ്ങനെ തുടർന്ന് ചാക്രിക പ്രവർത്തനമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പ്രവേശിക്കുന്ന ട്രാൻസിഷൻ പീരീഡിന് നമ്മളൊരു പേര് വിളിക്കും. അതിനെയാണ് നമ്മൾ ശൈത്യ അയനാന്തം അഥവാ വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. ശൈത്യ അയനാന്തം അഥവാ വിൻ്റർ സോൾസ്റ്റൈസ്. അത് കഴിഞ്ഞിട്ട് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലെ ദക്ഷിണായന രേഖയിൽ പൂർണ്ണസമയം ചെലവഴിക്കും ഡിസംബർ. അത് കഴിഞ്ഞ് തുടർന്ന് പതിവ് പോലെ മാർച്ചിൽ ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുകയും തിരിച്ച സൈക്ലിക്കൽ പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഋതുക്കളുടെ ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രധാനമായും 4 ഋതുക്കൾ, 4 സീസൺസാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ഒരു വേഗമായിട്ടുള്ള ഐഡിയ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വേഗത്തിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രധാനമായും 2 ഋതുക്കൾ, 2 സീസൺസാണ് നമുക്ക് ലോകം മുഴുവൻ എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. ഒന്ന് വിൻ്റർ അഥവാ ശൈത്യകാലം, 2 സമ്മർ അഥവാ വേനൽക്കാലം. ഇത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും നോർത്തേൺ ഹെമിസ്ഫെയറിലും സദേൺ ഹെമിസ്ഫെയറിലും മാറി മാറി ഉണ്ടാകാറുണ്ട്. ഇതിനിടയിൽ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ഇത് ഒന്ന് മാറി മറ്റൊന്നിലേക്ക് വരുന്നതിനിടയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. അങ്ങനെ നമുക്ക് 2 കാലാവസ്ഥകളുണ്ട്. മൊത്തത്തിൽ 4 എണ്ണം. നോക്കൂ ഏതൊക്കെയാണെന്ന്. വിൻ്റർ സീസൺ അഥവാ ശൈത്യകാലം. ഈ ശൈത്യകാലത്ത് നിന്ന് അടുത്തത് സമ്മർ സീസണിലേക്കാണ് പോകുന്നത് അഥവാ വേനൽക്കാലത്തിലേക്കാണ് പോകുന്നത്. നേരിട്ട് ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, വേനൽക്കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് മറ്റൊരു കാലം ഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്ക് പോകുന്നതിനിടയിൽ അനുഭവപ്പെടുന്നതാണ് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം. അപ്പോൾ ഇങ്ങനെ പഠിക്കണം: ശൈത്യകാലം വിൻ്റർ സീസൺ ഫോളോഡ് ബൈ സ്പ്രിംഗ് സീസൺ ആൻഡ് സമ്മർ സീസൺ. ശൈത്യകാലം, വസന്തകാലം, വേനൽക്കാലം. തീർന്നില്ല. വേനൽക്കാലം പിന്നീട് ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള സീസണാണ് ഓട്ടം അഥവാ ഹേമന്തം. അപ്പോൾ ഈ ഓർഡർ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ ധരിക്കുന്നു. വിൻ്റർ സീസൺ അഥവാ ശൈത്യകാലം, സ്പ്രിംഗ് വസന്തകാലം, സമ്മർ വേനൽക്കാലം, ഓട്ടം
ഹേമന്തകാലം, വീണ്ടും ശൈത്യകാലത്തിലേക്ക്. ഈ 4 കാലങ്ങളാണ് പ്രധാനമായും ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ്. അച്ചുതണ്ടിൻ്റെ ചരിവും മൂലമുള്ള സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു പരിക്രമണ കാലത്തിൽ, അതായത് ഒരു വർഷത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതി മാറിക്കൊണ്ടിരിക്കും. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ അല്പം മുൻപ് മനസ്സിലാക്കിയതേ ഉള്ളൂ. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടങ്ങളിൽ ചൂട് പൊതുവെ കൂടുതലായിരിക്കും, ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് കുറവായിരിക്കും. ഈ കാര്യങ്ങൾ ഈ പഠന മേഖലയിൽ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങുന്നു. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. അതായത് സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കും. ഇതിനെയാണ് സമ്മർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത്. ഈ ദിവസമാണ് ഉത്തരാർദ്ധഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലുണ്ടാവുക. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? അതെ, ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി. ജൂൺ 21 മുതൽ സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് അയനം ചെയ്യുന്നതായി നമ്മൾ പഠിച്ചു. അതായത് ജൂൺ 21 ശേഷം സൂര്യൻ്റെ ചലനം, സൂര്യപ്രകാശത്തിൻ്റെ വീഴ്ച എന്നിവ താഴേക്ക് വരുന്നു. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലല്ലേ? ഓർത്തു നോക്കൂ ആ ചിത്രം. മാർച്ച് 21 ആരംഭിച്ച് ഏപ്രിൽ, മെയ്, ജൂൺ 21 ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തുന്നു. തീർന്നില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 23 ഇപ്പോൾ ഭൂമധ്യരേഖയിലെത്തുന്നു. ഏകദേശം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലല്ലേ? അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശവും അതിൻ്റെ ചൂടും ഒരല്പം കൂടുതലായിരിക്കില്ലേ? ഈ കാലഘട്ടത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൻ്റെ വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ എന്ന് വിളിക്കുന്നത്. മറക്കരുത്, ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതേ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ അഥവാ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഉറപ്പായും ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ ആയിരിക്കും. മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയുടെ മുകളിൽ എത്തുന്നതായി നാം പഠിച്ചു. ഇതിനെയാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നില്ലേ? എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 അതിന് താഴോട്ടുള്ള ദിവസങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നു. ഡിസംബർ 22 ദക്ഷിണായന രേഖയുടെ നേർമുകളിൽ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലെത്തുന്നു. ഈ ദിനത്തെയാണ് ശൈത്യ അയനാന്തം അഥവാ വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം സ്റ്റാർട്ട് ചെയ്ത് അത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തി. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോൾ ഇത് താഴെ നിന്ന് അഥവാ ദക്ഷിണായന രേഖയിൽ നിന്ന് വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് പോകുന്നതായി ശ്രദ്ധിക്കാം. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ഈ കാലയളവിൽ സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ദക്ഷിണാർദ്ധഗോളത്തിലെ കാലാവസ്ഥ എന്താണ്? അവിടെ വേനൽക്കാലം. അപ്പോൾ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ മുകളിൽ അഥവാ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? അവിടെ ശൈത്യകാലം. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ നമ്മൾ തണുപ്പ് അനുഭവിക്കുന്നതെന്ന്? അതെ, കാരണം ഡിസംബർ മാസത്തിൽ നമ്മൾ ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ. ഡിസംബർ മാസത്തിൽ സൂര്യൻ ദക്ഷിണായന രേഖയിൽ അഥവാ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അതുകൊണ്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറുള്ള രാജ്യങ്ങളായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലെ തന്നെ ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്ക് അഥവാ വിൻ്റർ സീസണിൽ നിന്നുള്ള സമ്മർ സീസണിലേക്കുള്ള മാറ്റത്തിൻ്റെ ഇടയിലുള്ള കാലഘട്ടമാണ്
സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? 1. ചെടികൾ തളിർക്കുന്നു. 2. ചെടികൾ പുഷ്പിക്കുന്നു. 3. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ മാവും പ്ലാവും ഒക്കെ പൂക്കുന്നതും ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്നതും എല്ലാം ഈ വസന്തകാലത്താണ്. പൊതുവെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അഥവാ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള അഥവാ സമ്മർ സീസണിൽ നിന്ന് വിൻ്റർ സീസണിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഓട്ടം അഥവാ ഹേമന്തം. ഇക്കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഗണ്യമായി കുറയുന്നു. തുടർന്ന് പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്നു. മരങ്ങൾ പൊതുവെ ഇലപൊഴിക്കുന്ന കാലമാണിത്. വരാനിരിക്കുന്ന വരണ്ട കാലത്തെ അതിജീവിക്കാനുള്ള സസ്യങ്ങളുടെ തയ്യാറെടുപ്പാണ് ഈ ഇലപൊഴിക്കൽ എന്ന് പറയുന്നത്. പൊതുവെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഉത്തരാർദ്ധഗോളത്തിലെ ഹേമന്തകാലം. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ തന്നെ മറിച്ചു. ഇനി നമുക്ക് ധ്രുവപ്രദേശങ്ങളെ കുറിച്ച് കൂടെ ഒന്ന് കേൾക്കാം. സൂര്യൻ ദക്ഷിണായന രേഖയിലെത്തുമ്പോൾ, ഓർക്കണം, ദക്ഷിണായന രേഖയിലെത്തുമ്പോൾ, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തുമ്പോൾ സ്ഥിതി നേരെ വിപരീതമാകും. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുകളും ദൈർഘ്യം കുറഞ്ഞ രാത്രികളുമാണ് ഉണ്ടാവുക. കാര്യം സൂര്യൻ താഴെയാകുമ്പോൾ അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുകയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ മധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ ഉഷ്ണം നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും. ഭൂമധ്യരേഖയ്ക്കും അതിൻ്റെ സമീപത്തായി ഇരിക്കുന്ന രാജ്യങ്ങളിലും എപ്പോഴും ഏകദേശം ഉഷ്ണം നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് ഋതുവ്യത്യാസങ്ങൾ ഏറ്റവും പ്രകടമായി ഉണ്ടാകുന്നത്. ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും വേനൽക്കാലം തണുപ്പുള്ളതും ഹ്രസ്വവുമാകും. ശൈത്യം അതികഠിനവും ദൈർഘ്യമേറിയതുമാകും. സൂര്യൻ ഉത്തരായന രേഖയിലായിരിക്കുമ്പോൾ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കുമ്പോൾ ആർട്ടിക് വൃത്തത്തിനുള്ളിലെ പ്രദേശത്തിൽ ഉടനീളം 6 മാസക്കാലം തുടർച്ചയായി പകലായിരിക്കും. കാര്യം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ തന്നെ ഉണ്ടല്ലോ. പിന്നീടുള്ള 6 മാസക്കാലം, അതായത് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ആർട്ടിക് വൃത്തത്തിലുടനീളം മുകളിൽ തുടർച്ചയായ രാത്രിയായിരിക്കും. ഇത് മറന്നു പോകരുത്. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തുകൊണ്ടാണ് നോർവേയെ പാതിരാ സൂര്യൻ്റെ നാട് എന്ന് വിളിക്കുന്നത്? മറക്കരുത്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നോർവേ എന്ന രാജ്യത്തിനെ പാതിരാ സൂര്യൻ്റെ നാട് എന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് ഋതുക്കൾ മാറി മാറി വരുന്നതെന്നും എത്ര ഋതുക്കൾ ഭൂമിയിൽ അനുഭവപ്പെടുന്നുവെന്നും ഒക്കെ നിങ്ങൾ വിശദമായി കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് സമയം അഥവാ ടൈം. സമയം ഉണ്ടാകുന്നത് എങ്ങനെ? അതിനു മുൻപ് നമുക്ക് പഠിക്കാനുള്ള സമയങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കാം. നമുക്ക് പ്രധാനമായും 4 തരം സമയങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. 1. ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം. 2. ഗ്രീൻവിച്ച് മീൻ ടൈം അഥവാ ഗ്രീനിച്ച് സമയം. 3. സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം. 4. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എന്താണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം? ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി സൂര്യൻ ഭൂമിയുടെ ഏത് ഭാഗത്ത് വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പഴമക്കാർ സമയം നിശ്ചയിച്ചിരുന്നു. സൂര്യനെയാണ് അടിസ്ഥാനമാക്കി അവർ നിർണ്ണയിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിരന്ന മൈതാനത്ത് ഇതുപോലൊരു കുറ്റി, എന്തെങ്കിലും ഒരു മരക്കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഘടിപ്പിച്ചിട്ട് ആ മരക്കുറ്റിയിലേക്ക് സൂര്യപ്രകാശം വീഴ്ത്തുന്നു. സൂര്യപ്രകാശം വീഴുന്നതിനനുസരിച്ച് അതിൻ്റെ നിഴൽ ഏത് ഭാഗത്ത് വീഴുന്നു എന്ന് പഴമക്കാർ ശ്രദ്ധിക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് കിഴക്കാണോ തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ എന്ന്. അങ്ങനെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പ്രദേശങ്ങളിലും ജനക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. ഇതിനെയാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക സമയം നമ്മൾ കണക്കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇടങ്ങളിലും, ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളിലും, ഒരു രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഒരുപോലെയാണോ നിഴൽ വീഴുന്നത്? അല്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക സമയം കണക്കാക്കുന്നത് നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോകത്തിലെല്ലായിടത്തും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയത്തെ കണക്കാക്കാൻ ശാസ്ത്രീയമായ ഒരു വഴി പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ശാസ്ത്രീയമായി സമയം കണ്ടെത്തുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ പോവാണ്. നോക്കൂ, ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സമയത്തെ കണക്കാക്കുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ഗണിതത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു വൃത്തത്തിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്.
അല്ലെ? ഒരു ഗോളത്തിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഭൂമി ഏകദേശം ഗോളാകൃതിയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഭൂമിയുടെ ആംഗുലർ ഡിസ്റ്റൻസും 360 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിയുള്ള ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. ഈ 360 ഡിഗ്രിയുള്ള ഭൂമി ഒരു തവണ പൂർണ്ണമായും കറങ്ങാൻ എത്ര സമയം വേണ്ടി വരും? അതെ, അതായത് ഭ്രമണം ചെയ്യാൻ 24 മണിക്കൂർ വേണം. ഒരു തവണ ഭൂമിക്ക് പൂർണ്ണമായും കറങ്ങാൻ, മുഴുവനായും കറങ്ങി വരാൻ 24 മണിക്കൂർ വേണം. ഈ 24 മണിക്കൂർ എന്നതിനെ നമുക്ക് മിനിറ്റുകളായി പറഞ്ഞുകൂടെ? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ മിനിറ്റുകളാക്കും? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 ഗുണം 60. എത്ര കിട്ടും? അതെ, 1440 മിനിറ്റ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 360 ഡിഗ്രി ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള ഒരു ഭൂമിക്ക്, അല്ലെങ്കിൽ ആ ഒരു കോണളവുള്ള ഭൂമിക്ക് ഒരു തവണ കറങ്ങാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ 1440 മിനിറ്റ് വേണം. ഈ കാര്യം മറന്നുപോകാൻ. ഭൂമിക്ക് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ 1440 മിനിറ്റ് വേണം. ഇനി 360 ഡിഗ്രി കറങ്ങാൻ 1440 മിനിറ്റ് വേണം എങ്കിൽ 1 ഡിഗ്രി കറങ്ങാനുള്ള നമുക്ക് കണ്ടെത്തിക്കൂടെ? 1 ഡിഗ്രി കറങ്ങാൻ എങ്ങനെ കണ്ടെത്താം? 1440 മിനിറ്റിനെ 360 ഡിഗ്രി കൊണ്ട് നമ്മൾ ഭാഗിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 36 ഗുണം 4 ആണ് 144. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം 4 മിനിറ്റ്. ഒന്നുകൂടെ പറയുന്നു, 360 ഡിഗ്രിയുള്ള ഭൂമിക്ക് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ 1440 മിനിറ്റ് വേണം. ഓർക്കണം, 1440 മിനിറ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂറിന് തുല്യമാണ്. 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തു നോക്കാം. ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രി കറങ്ങാനോ? അതെ, 8 മിനിറ്റ്. 3 ഡിഗ്രി കറങ്ങാനോ? 4 കൂടെ കൂട്ടു, 12 മിനിറ്റ്. കണ്ടോ, ഓരോ ഡിഗ്രിയിലും സമയം കൂടി കൂടി വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി പടിഞ്ഞാറ് നിന്ന് അഥവാ വെസ്റ്റ് നിന്ന് കിഴക്കിലോട്ട്, ഈസ്റ്റിലോട്ടാണ് കറങ്ങുന്നത് അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലത്തേക്ക് പോകുന്തോറും സമയം 4 മിനിറ്റ് വെച്ച് കൂടിക്കൂടി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ്, 2 ഡിഗ്രി, 3 ഡിഗ്രി അങ്ങനെ കൂട്ടി വരുമ്പോൾ 15 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 60 മിനിറ്റ് വേണം. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഭൂമി 15 ഡിഗ്രി കറങ്ങി വരുന്നു. ഓരോ ഡിഗ്രി, ഇതെങ്ങനെയാണ് ഡിഗ്രി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഭൂമിയെ നമ്മൾ 360 ഡിഗ്രിയുള്ള ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് കണക്കാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിഗ്രി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഡിഗ്രി ഉള്ളൊരു സാങ്കല്പിക രേഖ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വരച്ചു ചേർത്തിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, മുകളിൽ നിന്ന് താഴേക്ക്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഉത്തര ദിക്കിൽ നിന്ന് ദക്ഷിണ ദിക്കിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോങ്റ്റിറ്റ്യൂഡ്. അപ്പം ഈ രേഖാംശ രേഖകളെയാണ് നമ്മൾ സമയരേഖകൾ എന്ന് വിളിക്കുന്നത്. മറന്നുപോരും. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്, 15 ഡിഗ്രി കറങ്ങാൻ 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 360 ഡിഗ്രിയുള്ള ഭൂമി മൊത്തത്തിൽ ഒരു തവണ കറങ്ങി വരാൻ 1440 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. ഇനിയാണ് നമ്മൾ ഗ്രീൻവിച്ച് സമയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം കഴിഞ്ഞപ്പോൾ ഭൂമിയെ നമ്മൾ തുല്യ സമയം പാലിക്കുന്ന 24 സമയ മേഖലകളായി തിരിച്ചു. എത്ര സമയ മേഖലകളായി? 24 ടൈം സോൺസ് അല്ലെങ്കിൽ 24 സമയ മേഖലകളായി തിരിച്ചു. ഇങ്ങനെ തിരിച്ചപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ സമയം കണക്കാക്കാൻ ഒരു ബേസ് വേണം, ഒരു അടിസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടെ സാങ്കല്പികമായി ഒരു രേഖ വരച്ചു. റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററിയുടെ അടുത്താണ് ഈ രേഖ നിലനിൽക്കുന്നത്. അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ സാങ്കല്പിക രേഖയെ അടിസ്ഥാന സമയരേഖയായി നമ്മൾ കണക്കാക്കുന്നു. ഗ്രീനിച്ചിലൂടെ വരച്ചിരിക്കുന്ന ഈ സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ. ഈ ഗ്രീനിച്ച് സമയം വെച്ചിട്ടാണ്, ഗ്രീനിച്ചിൽ സൂര്യന്റെ സ്ഥാനം വരുന്ന സമയത്തുള്ള സമയം വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം സമയം കണക്കാക്കുന്നത്. സമയം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് കൂട്ടുകാർ പരിചയപ്പെട്ടില്ലേ? ഇനി നമ്മൾ 3ാമത്തെ സമയരേഖയിലേക്ക് പോവാണ്. അതിനെ മാനക രേഖാംശ രേഖ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? അതിനു മുൻപ് ഇവിടെ ചിത്രത്തിൽ
നമുക്ക് ഓരോ ഡിഗ്രി ആയി തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 ഡിഗ്രി മുതൽ അടുത്തൊരു ഡിഗ്രി വരെ, ഇപ്പോൾ ഉദാഹരണത്തിന് 3 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് മുതൽ 4 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 111 കിലോമീറ്ററാണ്. ഓരോ ഡിഗ്രിക്കിടയിലും 111 കിലോമീറ്ററാണ് അളന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 3 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, കിഴക്കോട്ട് പോകുന്തോറും വലത്തോട്ട് പോകുന്തോറും സമയം കൂടിക്കൂടി വരും. വെസ്റ്റിലേക്ക് പടിഞ്ഞാറേക്ക് പോകുന്തോറും സമയം കുറഞ്ഞു വരും. ഓരോ ഡിഗ്രി കൂടുന്തോറും 4 മിനിറ്റ് വെച്ച് കൂടുകയും ഓരോ ഡിഗ്രി കുറയും തോറും 4 മിനിറ്റ് വെച്ച് കുറയുകയും ചെയ്യും. ശ്രദ്ധിച്ചേ, 3 ഡിഗ്രിയിൽ സമയം ഇപ്പോൾ 12 മണിയാണെന്ന് ചിന്തിക്കുക. എവിടെയെങ്കിലും ഒരിടത്ത് സമയമാണെന്ന് ചിന്തിക്കുക. 3 ഡിഗ്രിയിൽ 12 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 4 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യും? അതെ, 1 ഡിഗ്രി പാസ് ചെയ്യുമ്പോൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 മണിയും 4 മിനിറ്റും. അങ്ങനെയാണെങ്കിൽ 5 ഡിഗ്രിയിലോട്ടെത്തുമ്പോഴോ 12 മണിയും 8 മിനിറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4 രേഖകളും ഒരു രാജ്യത്തിനകത്തുള്ളതാണ് ചിന്തിക്കുക. ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഒരു രേഖയാണിത്. ഈ ഇന്ത്യക്കകത്തുള്ള രേഖയിൽ ഓരോ സമയം ഞാനിപ്പോൾ കണക്കാക്കുകയാണ്. ഉദാഹരണത്തിന് ഇവിടെ 12 മണി, 12 PM, 12:04 PM, 12:08 PM. അടുത്ത് 1 ഡിഗ്രി കൂടെ കഴിയുമ്പോഴത്തേക്കും 12:12 PM ആയി. ഇനി 7 ഡിഗ്രിയിലെത്തിക്കുമ്പോഴത്തേക്കും 12:16 PM ആയി. കണ്ടോ, ഒരു രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത സമയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുവിലുള്ള പല കാര്യങ്ങൾ, ട്രെയിൻ സമയം, ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും പ്രധാനപ്പെട്ട പരിപാടികളുടെ സംപ്രേഷണ സമയം, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്ത്യയുടെ ഒരു വശത്ത് 12 മണിയായിരിക്കുമ്പോൾ മറ്റേ വശത്ത് 12:16 ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോക രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വ്യത്യസ്തമായ ഇതുപോലെയുള്ള സമയരേഖകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ രാജ്യത്തിൻ്റെയും നടുവിലൂടെ പോകുന്ന രേഖയിലെ സമയത്തെ ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് രേഖയുടെ വലതുവശത്താണ്. അതായത് 68 ഡിഗ്രി കിഴക്ക് മുതൽ 97 ഡിഗ്രി കിഴക്ക്, 68നും 97നും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ നിങ്ങളത് മാപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതിൽ 82.5 ഡിഗ്രി എന്ന് പറയുന്ന സമയമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. എന്ന് പറഞ്ഞാൽ അലഹബാദ്, ഇന്ത്യയിലെ അലഹബാദിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി മാനക രേഖാംശത്തെ എടുത്തിട്ട് അതിൻ്റെ സമയമാണ് ഇന്ത്യയിലെ മൊത്തം സമയമായി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു രാജ്യത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സമയരേഖയിലെ സമയത്തെ ആ രാജ്യത്തിൻ്റെ പൊതുവായ സമയമാക്കി നമ്മൾ മാറ്റും. ഈ സമയത്തെയാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് IST. കൂട്ടുകാർ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ മറ്റ് ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ സമയം കണക്കാക്കാനും ഡേറ്റ് ആൻഡ് ടൈം സെറ്റിംഗ് ഉണ്ട്. അതിനകത്ത് IST എന്നാണ് കാണിക്കുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് 5.5 മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ മൊബൈൽ ഫോണിലും നിങ്ങളുടെ മറ്റ് ഗാഡ്ജറ്റുകളിലും ഒക്കെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സിനകത്ത് ഇന്ത്യൻ ടൈം എപ്പോഴും GMT + 5:30 എന്ന് കാണും. അതായത് ഗ്രീനിച്ച് സമയത്തിൽ എത്ര മണിയായോ അതിനോടൊപ്പം 5.5 മണിക്കൂർ കൂട്ടിയാൽ കൃത്യമായി ഇന്ത്യൻ സമയം കിട്ടും. ഉദാഹരണത്തിന് ഗ്രീനിച്ച് സമയത്തിൽ ഉച്ചയ്ക്ക് 1 മണി ആയി എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അതേ സമയത്ത് ഇന്ത്യയിലെ ടൈം എത്രയാണ് പഠിച്ചു കഴിഞ്ഞു. 1 മണിയോടൊപ്പം നമ്മൾ 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. ഒന്നിനോടൊപ്പം 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ ഇന്ത്യയിലെ സമയം 6:30 PM എന്ന് കിട്ടും. അപ്പോൾ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ അല്ലെങ്കിൽ ഗ്രീനിച്ചിലെ കുട്ടികൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞിരിക്കും. എന്ത് രസകരമാണല്ലേ സമയത്തിൻ്റെ കാര്യം. നമുക്കിനി വിവിധ സ്ഥലങ്ങളിലെ സമയം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് നോക്കൂ. ഇവിടെ ഈ നടുവിലൂടെ കടന്നിരിക്കുന്ന രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ, 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഗ്രീനിച്ച് രേഖ എന്നത്. അപ്പോൾ നിങ്ങൾ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എവിടെ കണ്ടാലും അത് ഗ്രീനിച്ച് സമയമായി കണക്കാക്കണം. ഗ്രീനിച്ചിൽ നിന്ന് ഇതിൻ്റെ വലത്തോട്ടും രേഖകൾ പോകുന്നുണ്ട്, ഇടത്തോട്ടും രേഖകൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വലത്തോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് വെച്ച് കൂടും, ഇടത്തോട്ട് പോകുമ്പോൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് വെച്ച് ഓരോ ഡിഗ്രിയും കുറയും. ഇനി നോക്കൂ, നമുക്കിവിടെ തന്നിട്ടുണ്ട് 0 ഡിഗ്രിയിൽ സമയം 7 മണിയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഗ്രീനിച്ച് രേഖയിൽ രാവിലെ 7 മണി. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി, അതായത് ഇതിൻ്റെ ഇത്രയും 111 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ 111 കിലോമീറ്റർ അപ്പുറത്ത് അതേ സമയം എത്ര മണിയായെന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും? 1 ഡിഗ്രിയോടൊപ്പം കണ്ടു. നമുക്ക് നോക്കാം. ഗ്രീനിച്ച് രേഖയിലെ സമയം എത്രയാ? 7 AM. 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം എത്രയാ? 4 മിനിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 0 നിന്ന് 1 പോകുമ്പോഴത്തേക്കും 1 ഡിഗ്രിയിലെ സമയം 7 മണിയും 4 മിനിറ്റുമായി. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ. 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം
4 മിനിറ്റ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി കറങ്ങാൻ 15 ഗുണം 4, 5 4 20, 1 4 60 മിനിറ്റ്. അതായത് 0 ഡിഗ്രിയിൽ നിന്ന് 15 ഡിഗ്രി സഞ്ചരിക്കാൻ 60 മിനിറ്റ് വേണം. 0 ഡിഗ്രിയിൽ 7 മണിയാണെന്ന് മനസ്സിലായി. 7 മണിയോടൊപ്പം 60 മിനിറ്റ് കൂട്ടുമ്പോൾ എത്രയായി? 7:60. 7:60 എന്നൊരു സമയമില്ല. അതുകൊണ്ട് നമ്മളിതിന് എന്തായി കണക്കാക്കും? 8 മണി ആയി കണക്കാക്കും. അപ്പോൾ 15 ഡിഗ്രിയിലെ സമയം 8 മണി, 8 AM. ഇനി ഇത് തിരിച്ചാണ് വരുന്നതെങ്കിൽ സമയം കുറച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാലാണ്. നമ്മളൊരു ഭൂമി ഗോളരു ആകൃതിയിലാണെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഒരു വശത്ത് 0 ഡിഗ്രി രേഖാംശ രേഖയാണല്ലോ. ഭൂമിയുടെ ഒരു വശത്ത് 0 ഡിഗ്രി രേഖാംശ രേഖയാണെങ്കിൽ അതിൻ്റെ മറുവശം വരുമ്പോൾ അതിന് 180 ഡിഗ്രി രേഖാംശ രേഖയായി കാണും. നിങ്ങളൊരു ഗ്ലോബ് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു വൃത്തത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് അതിനെ ഒന്ന് വരച്ചു നോക്കിയാൽ ഒരു വശത്ത് 0 ഡിഗ്രിയും മറുവശത്ത് 180 ഡിഗ്രിയുമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്രാക്ടർ ഉണ്ടെങ്കിൽ 2 പൊട്രാക്ടറുകൾ തമ്മിൽ നിങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗോളാകൃതി കിട്ടും. അതിൻ്റെ ഒരു വശം 180 ഡിഗ്രിയും മറുവശം 0 ഡിഗ്രിയുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സമയം 0 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആ വ്യത്യാസമാണ് ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി രേഖാംശത്തിൽ എത്തിയപ്പോൾ 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം കാണുന്നുണ്ട്. 180 ഡിഗ്രി രേഖാംശ രേഖയിൽ സമയം വ്യത്യാസമായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് സമയവും ദിവസവും പരിഗണിക്കുന്നത് വളരെ വ്യത്യാസമായിട്ടാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ഥലത്ത് തന്നെ 24 മണിക്കൂർ വ്യത്യാസത്തിൽ ഒരേ സമയം രേഖപ്പെടുത്തിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ കരഭാഗം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ചിത്രത്തിൽ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ച് രേഖാംശ രേഖയെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ? പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെ തെക്കോട്ട് ചില ദ്വീപുകളെ ഒഴിവാക്കിയാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ചിത്രത്തിൽ ഇപ്പോൾ കാണുന്ന വലതുവശം കിഴക്കും ഇടതുവശം പടിഞ്ഞാറുമാണ്. അപ്പം വലതുവശത്ത് കാണുന്നത് എന്താണ്? വ്യാഴാഴ്ച. ഇടതുവശത്ത് കാണുന്നതോ വെള്ളിയാഴ്ച. ഒരേ ദിവസം തന്നെ 2 സ്ഥലങ്ങളിൽ 2 സമയങ്ങൾ. അപ്പോൾ കിഴക്ക് നിന്ന്, അതായത് ആ വലതുവശത്ത് നിന്ന് പടിഞ്ഞാറേക്ക് ഇടതുവശത്തേക്ക് പോകുന്നവർ ഒരു ദിവസം കൂട്ടിയും, ഇനി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഈ ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിന് പിന്നാലെ ചോദിക്കുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കാണാം.